ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചക്ക കൊണ്ട് ഒരു പഴമയിലുള്ള ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്, എൻ്റെ വല്യമ്മക്ക് ഉണ്ടാക്കി തന്നിട്ട്. ഇന്നത്തെ രൂപത്തിലല്ല അന്ന് ഉണ്ടാക്കൽ. അന്ന് ഒരു ശർക്കരയൊക്കെയാണ് ചേർക്കൽ. ഇപ്പം ഞാൻ ശർക്കര ഒന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനത് ദോശൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. നല്ലൊരു കോംബോ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പഴയ കാലത്തിൽ ഇപ്പോഴത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതൊന്നും അറിയില്ല. ന്യൂ ജനറേഷന് അത്രത്തോളം ഇത് പിടിക്കുമോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-15 നല്ല പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വരിക്ക ചക്കയാണ്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കുക്കറിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 3 വിസിലാണ് ഇത് അടുപ്പിക്കണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് അത് വേവുള്ള നല്ല വെന്ത് നല്ല ഉടഞ്ഞിട്ടണത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഒരു ലേശം മഴക്കാലമാണ്, അപ്പം ചക്കയിലും വെള്ളം ഉണ്ടാവും. പൊതുവേ ചക്കയിൽ നിന്ന് വെള്ളം അല്ലെങ്കിലേ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പോ അത്രയൊക്കെ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു ചേരുവകളൊന്നും ഇടേണ്ടതില്ല. നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം മതി ഇതിന്. വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഞാൻ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് കൂടുതൽ ചുവന്നുള്ളി അരിഞ്ഞിട്ടുകൊണ്ട് അത് നെയ്യിലേക്ക് ഇട്ടെടുത്ത് മൂപ്പിക്കുകയാണ്. ഇത് വെല്ലുള്ളി വേണ്ടവർക്ക് അങ്ങനെ വെല്ലുള്ളി അരിഞ്ഞിട്ട് ഇതാക്കുക. ചുവന്നുള്ളി ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ചുവന്നുള്ളി എടുത്തത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് ഉണ്ടാക്കുക. പിന്നെ പഴയ കാലത്തൊക്കെ ഇത് മൺചട്ടിയിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. ചക്ക പുഴുങ്ങിയെടുക്കലും മൺചട്ടിയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കലും മൺചട്ടിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതുണ്ടാക്കാനുള്ള മൺചട്ടിയൊന്നുമില്ല, നമ്മൾ കറി വെക്കുന്ന ചട്ടികളല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ആ ഉള്ളിയൊക്കെ ശരിക്ക് മൂത്ത് വന്നതിൻ്റെ ശേഷം അതിലേക്ക് ആ ചക്ക ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നല്ലതുപോലെ ഉടച്ചിട്ടെടുക്കുക. നല്ലതുപോലെ ഉടയണം. പിന്നെ അതിൻ്റെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഇപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഏലക്കപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കും. ഞാൻ പിന്നെ ചക്കയാണല്ലോ, ചക്കൻ്റെ ടേസ്റ്റ് അല്ലേ നമുക്ക് മുന്നിട്ട് ഇട്ടത്. അപ്പം ഞാൻ ഏലക്കപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ട് പിന്നെ ഞാനിതിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഉടച്ചിട്ട് എടുക്കണം. അപ്പോൾ നല്ല അതാണ് ഇത് നമ്മൾ ചക്കയാണ് എന്നുള്ളത് മനസ്സിലാവരുത്. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് അരക്കപ്പോളം ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അരിപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി കലക്കിയിട്ടാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ഒഴിച്ചെടുക്കണ ആ തവിക്കൊരു തവി പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതാണ് കലക്കിയത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒരു കലക്കിയതൊരു തവി ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്കിങ്ങനെ തോന്നി അത് കുറവാണ്. അപ്പോൾ പിന്നെ ഒരു തവിയും കൂടി കലക്കി വെച്ചതിനുണ്ടായിരുന്നു. ഒരൊറ്റ തവി പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വേകുമ്പോൾ കുറുകി നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ഇളക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കുന്നത് സീയപ്പം, കലക്കി പറന്നപ്പം എന്നൊക്കെ പറയും. ദോശ എന്ന് ഞങ്ങളൊക്കെ ദോശ എന്ന് പറയും. ദോശയാണ്. അപ്പോൾ ഞാൻ അരി അരച്ചിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇതുകൂടി നല്ല കോംബോ ആണ് തിന്നാൻ. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് പഴയ കാലത്തുള്ളൊരു വിഭവമാണ്. ഇപ്പോഴത്തെ ആളുകൾക്ക് എത്രത്തോളം പിടിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചക്ക കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കി. കുട്ടികളുള്ള വീട്ടിലൊക്കെ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നല്ല സംഭവം, നല്ല ടേസ്റ്റാണ്. പിന്നെ തിന്നാൻ ഞാൻ ദോശൻ്റെ കൂടെ കൂട്ടി കഴിച്ചത്. പിന്നെ നല്ല അന്നൊക്കെ ഓട്ടടൻ്റെ കൂട്ടത്തിലോ കട്ടിപ്പത്തിരിൻ്റെ കൂട്ടത്തിലൊക്കെയാണ് അക്കാലത്തൊക്കെ തിന്നിരുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും.